അവരുടെയൊക്കെ മുമ്പില് നമ്മൾ ഒന്നുമല്ല, അത് മറക്കണ്ട. വല്ലാത്തൊരു കുരിശായി പോയല്ല, എന്താ ചെയ്യുക? നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, അത് ബുദ്ധിയല്ല. ഇപ്പൊ നമ്മൾ നോട്ടപ്പുള്ളികളാ. ജയ വെറുതെ ഇരിക്കില്ല. കുറച്ച് ദിവസം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ ഒരുത്തനും വരില്ല. അവനെവിടെ? ആ ഫ്രെഡി വീട്ടിൽ കാണും. വീട്ടിൽ നിന്നാ വരുന്നത്, അവിടെ കാണുന്നില്ല. ആഹാ, വീട്ടിൽ കാണുന്നില്ലേ? എന്നാലേ പോലീസിൽ പറഞ്ഞാൽ മതി, അവർ പിടിച്ചു തരും. തമാശ കളിക്കരുത്. ഫ്രെഡി എവിടെ നിന്നാ ചോദിച്ചത്? എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പേടിപ്പിക്കാൻ വന്നിരിക്കാ നീ? എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഇറങ്ങി പോരായിരുന്നു. എന്റെ അടുത്താ നീ കളിക്കാൻ വരുന്നത്? അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മരിക്കും. ഗെറ്റ് ഔട്ട്. എന്നെ ഓർമ്മയില്ലേ ചാച്ച? വരൂ, ഇരിക്കൂ. ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എല്ലാം പടച്ചവന്റെ കൃപ. മരിക്കുന്നതിന് മുമ്പ് ജയിൽ വെച്ച് വില്യംസ് എപ്പോഴും പറയാറുണ്ടായിരുന്നത് കുടുംബത്തെ പറ്റി മാത്രമായിരുന്നു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ? ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിൽ ഞാനും വില്യംസും ഒക്കെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. വില്യംസ് നഷ്ടപ്പെട്ടപ്പോ എന്തിനായിരുന്നു എല്ലാം എന്നൊരു തോന്നൽ. അത് പോട്ടെ. ഒരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഷെറിൻ. ഞാൻ വിളിക്കാം. ഷെറിൻ. ആഹാ, വലിയ കുട്ടിയായല്ലോ ഷെറിൻ. ചാച്ചയെ ഓർമ്മയുണ്ടോ? ഡാഡിയുടെ ഫ്രണ്ട്. മോള് പാടുമായിരുന്നല്ലോ, ഇല്ലേ? ഡാഡി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെറിൻ നന്നായി പിയാനോ വായിക്കുമെന്ന്. അങ്കിളിപ്പോ വന്നത് മോളെ ഒന്ന് വിഷമിപ്പിക്കാനാണ്. ഡാഡി മോൾക്ക് വാങ്ങിത്തന്ന ആ പഴയ പിയാനോ ഇല്ലേ, അത് അങ്കിളിന് തരണം. അതിനു പകരം പുതിയതൊന്ന് അങ്കിൾ ഇന്ന് തന്നെ ഇവിടെ എത്തിക്കാം. വില്യംസിന്റെ ഓർമ്മയ്ക്കായി പഴയ പിയാനോ എനിക്ക് വേണം. ഞങ്ങളത് വിറ്റു. വിറ്റോ? ഷെറിൻ, ഷെറിൻ, ആ കാറിൽ പോയത് ചാച്ച എന്ന് പറഞ്ഞ ഒരാളല്ലേ? അതെ. അയാൾ ഇവിടെ എന്തിനാ വന്നേ? ഡാഡിയുടെ ഫ്രണ്ടാ. ഡാഡിയുടെ ഫ്രണ്ടോ? ആര്, ചാച്ചയോ? അയാൾ കള്ളം പറഞ്ഞായിരിക്കും. എനിക്ക് അയാളെ അറിയാം. ഫ്രെഡിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അയാൾ ബോംബെയിൽ ജയിലിലായിരുന്നു. പിന്നെ എങ്ങനെ അയാൾ ഡാഡിയുടെ ഫ്രണ്ടാകുന്നത്? ഇത് ഷെറിന്റെ ഡാഡി, ഇതാണ് ചാച്ച. ഇത് ജെ ജെ അല്ലേ? അതെ. ഇവര് 3 പേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു ബോംബെയില്. ഇടയ്ക്ക് വെച്ച് ജെ ജെ തെറ്റിപ്പിരിഞ്ഞ് നാട്ടിലേക്ക് പോന്നു. എന്തായിരുന്നു അവർക്ക് ബിസിനസ്? ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ വില്യംസ് ജയിലിലായതിനു ശേഷമാണ് അറിയുന്നത് അവരത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ചാച്ച എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന്? എന്തോ ഷെറിന്റെ പിയാനോ വേണോന്ന് പറഞ്ഞു. എന്തിനാ പിയാനോ? ഡാഡിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനാണത്രേ. ഞാൻ പറഞ്ഞു ഫ്രെഡിക്ക് വിറ്റുവെന്ന്. എന്നിട്ട് അയാൾ ഫ്രെഡിയെ പറ്റി അന്വേഷിച്ചു. ജയജയുടെയും ചാച്ചയുടെ ഇടയിൽ എങ്ങനെയാ ഷെറിന്റെ ഫാദർ വന്നുപെട്ടത്? എനിക്കതാ മനസ്സിലാവാത്തത്. പപ്പ, ഞാൻ പറഞ്ഞില്ലേ, ഇവര് 3 പേരും ഒന്നിച്ചായിരുന്നു ബോംബെയില്. പിന്നെ എന്തോ ഒരു കേസിൽ കുടുങ്ങി ചാച്ചയും വില്യംസും ജയിലിലായി. ജെ ജെ അവിടുന്ന് തടി തപ്പി.
ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ചാച്ചായെ തട്ടിക്കൊണ്ട് വരാൻ ജെ ജെ പറഞ്ഞത്? പഴയ ഇടപാടുമെല്ലാം തീർക്കാൻ കാണും. ഇടപാട് നേരിട്ടും തീർത്താ പോരെ? ചാച്ചയോട് നേരിട്ട് മുട്ടാനൊന്നും ജെ ആളായിട്ടില്ല. ചാച്ചയ്ക്ക് ബോംബെയിൽ മാത്രമല്ല എല്ലായിടത്തും ആൾക്കാരുണ്ട്. ചാച്ചയ്ക്ക് എന്തിനാ പിയാനോ? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ചാച്ചയായിട്ടുള്ള കൂട്ടുകെട്ടാണ് വില്യംസിനെ അപകടപ്പെടുത്തിയതെന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അയാൾ എന്തിനാ ഇവിടെ കയറി വരുന്നതെന്നാ. ഞാൻ പറഞ്ഞില്ലേ, അയാൾ എന്തിനു വന്നെന്ന് എനിക്കറിയില്ല. ചാച്ച അങ്ങനെ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വരില്ലല്ലോ. ഞങ്ങൾക്കൊന്നും അറിയില്ല. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വില്യംസ് മരിച്ചെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. ഞാൻ അന്യനൊന്നും അല്ലാന്ന് വിചാരിച്ചോളൂ. ഇറങ്ങട്ടെ. വരട്ടെ മോളെ. എനിക്ക് വയ്യ. ജീവിച്ചിരുന്നപ്പോഴും നിന്റെ ഡാഡി പ്രോബ്ലംസ് അല്ലാതെ ഒന്നും തന്നിട്ടില്ല. ഡാഡിയുടെ പഴയ ഫ്രണ്ട്സിന് പെട്ടെന്ന് നമ്മളോട് ഇത്ര സ്നേഹം തോന്നാൻ എന്താ കാരണം? എനിക്ക് മനസ്സിലാകണില്ല. എന്നെ മറന്നിട്ടില്ല അല്ലേ? വില്യംസിന്റെ വീട്ടിലെ പിയാനോ ഫ്രെഡിയല്ലേ കൊണ്ടുപോയത്? അതെനിക്ക് വേണം, എവിടെയായാലും. അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു പോയല്ലോ. അതൊന്നും എനിക്കറിയണ്ട. എന്റെ ആൾക്കാർ കൂടെ വരും. അവരുടെ കയ്യിൽ കൊടുത്തയച്ചേക്ക്. വില എന്താന്ന് വെച്ചാൽ അവർ തരും. വിട. എങ്ങോട്ട്? പിയാനോടത്തേക്ക്. ശരി. പിയാനോ അല്ലേ? അയ്യോ, എല്ലാരും കൂടെ വരണ്ട. നിങ്ങൾ രണ്ടുപേരും. ഞങ്ങളോ? രണ്ടുപേരും. ഇവര് ചാച്ചയുടെ ആൾക്കാരാ. അല്ല, ഇവർക്ക് ആ പിയാനോ വേണമെന്ന്. പിയാനോയോ? പിയാനോ. ഓ, പിയാനോ. പിയാനോ. വാ വാ. ചെല്ല് ചെല്ല്, തരും. എന്താ കൊടുത്തോ? കൊടുത്തു കൊടുത്തു. ഇനി ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. അവരും വന്നോട്ടല്ലേ? അവരും വന്നോട്ടെ. ശരി. അതെ, ആ പിയാനോയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. രണ്ടുപേർക്കും കൂടെ പൊക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടെ വന്നാല്. ഇവരാ പിയാനോ. വാ വാ. ചെല്ല് ചെല്ല് ചെല്ല്, കൂടെ ചെന്നാ മതി. അതാ.